അപ്പോൾ ഏറ്റവും പുതിയൊരു ന്യൂസാണ് അറിയുന്നത് UK-യിൽ നിന്ന്. ജനുവരി 31 മുതൽ UK-യിൽ ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവർക്ക് അവിടെ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യാനും അവിടുത്തെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാനുള്ള പെർമിഷൻ UK ഗവൺമെൻറ് ഈ വർഷം ജനുവരി 31 മുതൽ ഗ്രാൻഡ് ചെയ്യുന്നു. എന്താ അതിൻ്റെ അർത്ഥം? UK-യിൽ ഇൻ്റർനാഷണൽ ബ്രാഞ്ചസ് ഉള്ള കമ്പനികളുടെ എംപ്ലോയീസ്, ലോയേഴ്സ്, റിസർച്ച് ഫെല്ലോസ് തുടങ്ങി മൾട്ടിനാഷണൽ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ വർക്ക് ടൂറിസ്റ്റ് വിസ വന്നാൽ പോലും അവിടെ നിന്ന് എൻഗേജ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ആക്ടിവിറ്റീസ്. ഇപ്പം ടൂറിസ്റ്റ്, പക്ഷേ നിങ്ങളുടെ യാത്രയുടെ പ്രധാന പർപ്പസ് വർക്ക് ആയിരിക്കരുത്. ടൂറിസ്റ്റ് വിസ വന്ന് പക്ഷേ UK-യിൽ 6 മാസം മുതൽ 10 വർഷം വരെയാണ് ടൂറിസ്റ്റ് വിസ നമുക്ക് പുതുക്കി നിൽക്കാൻ പറ്റുന്നത്. അതിൽ ഒരു കൺസിക്യൂട്ടീവായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന കാലാവധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. അപ്പം ഈ പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഹോപ്സുകളും വരുന്നുണ്ട്. കാരണം ടൂറിസ്റ്റ് വിസ കൺവേർഷൻ, ടൂറിസ്റ്റ് വിസ വർക്ക് പെർമിറ്റായിട്ട് മാറ്റിയെടുക്കാം. അവിടെ അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ പോയി ചാടി അവിടെ പോയിട്ട് ഒരു വർക്ക് പെർമിറ്റ് സ്വന്തമാക്കി എടുക്കുക എന്നുള്ള ധാരണയില്ല. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് വർക്ക് കണ്ടുപിടിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഇല്ലീഗലാണ്, അകത്ത് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഫേക്ക് വിസയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ജനുവരി 31 ഞാൻ പറഞ്ഞ പോലെ കമ്പനീസ് UK-യിൽ ബ്രാഞ്ചുകളുടെ കമ്പനികളുടെ വിസിറ്റർ ഞാൻ പറഞ്ഞ പോലെ റിമോട്ട് വർക്ക് ആയിരുന്നു പർപ്പസ്. പിന്നെ വക്കീലന്മാർ അവരുടെ ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാനുള്ള ഇതുണ്ടാവും. പിന്നെ പറഞ്ഞ പോലെ റിസർച്ച് ഫെല്ലോസ്, സ്കോളേഴ്സ്, അവർക്കൊക്കെ 12 മാസം വരെ അവരുടെ റിസർച്ച് ആയിട്ട് അവിടെ തുടരാം. അപ്പം ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഹോപ്സുകൾ നിങ്ങളിന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, UK ടൂറിസ്റ്റ് വിസ ഗ്രാൻഡ് ചെയ്യുന്നത് നോർമലി യൂഷ്വലി വാലിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6 months ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 5, 10 വർഷമായിട്ട് പിന്നെ അപ്ലൈ ചെയ്യാം. ഈ വിസ കൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 6 മാസം നിങ്ങൾക്ക് അവിടെ കൺസിക്യൂട്ടീവ്, അതായത് ഒരേ സമയം താമസിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് പിന്നെ അത് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പം ഈ വിവരം എല്ലാവരിലും എത്തിക്കണം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ചതിക്കുള്ളിലും പോയി പെടാതിരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.